നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ദുരിതപ്പെയ്ത്ത് ഒഴിഞ്ഞിരിക്കുന്നു. പഞ്ഞമാസം, കർക്കടക മാസം അങ്ങനെ മാറിയിരിക്കുന്നു. ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ പുതുവെളിച്ചം വന്നു ചേരുന്നതിന് പൊന്നിൻ ചിങ്ങമാസം പിറന്നിരിക്കുന്നു. ചിങ്ങം കടന്നു വന്നിരിക്കുന്നു. സൂര്യന്റെ ചിങ്ങരാശി മാറ്റം തന്നെ, ചിങ്ങരാശിയിലേക്ക് സൂര്യന്റെ സ്ഥിതി വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട സുദിനം തന്നെയാണ്. ചിങ്ങമാസത്തിൽ ചില നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ വ്യക്തികൾ, ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ നിസ്സാരക്കാരല്ല. ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യ വർധനവ് വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തേടിയെത്തുന്നു. സൗഭാഗ്യ സമ്പന്നമായ ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ കഴിയുന്നു. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കുകയും സൗഭാഗ്യ സമ്പന്നതയുടെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസമായ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമ്പന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേർന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. സാമ്പത്തിക മുന്നേറ്റം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അനാവശ്യ ചെലവുകളൊക്കെ മാറി നിന്നുകൊണ്ട് ഇവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മനസമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. മാനസികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ സമയത്ത് നിന്നും ഇവരുടെ ജീവിതം മാറുന്നു. ഈ നക്ഷത്രക്കാർക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ഒരു മാസം വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ, എല്ലാവരും തടസ്സം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഉള്ള സമയമാറ്റം, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും വലിയ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പൂർണ്ണമായും ഇവർക്ക് ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ്. സഹോദരങ്ങൾ തമ്മിൽ സഹായ സഹകരണങ്ങളും സ്നേഹവായ്പുമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. ശത്രുദോഷമൊക്കെ മാറും. എല്ലാ വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈശ്വരാധീനമൊക്കെ വലിയ തോതിൽ തന്നെ ഇവരെ തേടിയെത്തുന്നതോടുകൂടി സൂര്യന്റെ അനുഗ്രഹീതമായ സ്ഥാനം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾ മാറും. തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളും പുരോഗതിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കരിയർ മികച്ച രീതിയിൽ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഉയർച്ച അവരുടെ ജീവിതത്തിൽ ഒട്ടാകെ ഇവരെ അനുഭവപ്പെടുന്ന സ്ഥിതിയിൽ എത്തിച്ചേരും. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറുന്ന ഒരു സമയമാണ്. ഇവരെ തേടി എത്തുന്നത് സമ്പത്തും സമാധാനവും ഭാഗ്യവും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യത ഒക്കെ തീരുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് വലിയ വലിയ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തും.
അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. സമ്പത്ത് ഇവരുടെ കൂടെ ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും. ഒട്ടേറെ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ധനപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ വലിയ തോതിൽ തന്നെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ്. ബിസിനസ് പരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ ഉയർന്ന ലാഭം വർദ്ധിച്ചു കാണുന്ന, പ്രതീക്ഷകൾക്കൊത്ത നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ബിസിനസ്സിൽ വലിയ നേട്ടവും ലാഭവും ഒക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഉയർച്ചകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യമാണ്, മഹൈശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്ഭുതങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. കുടുംബത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമൊക്കെ മാറി നിൽക്കുന്നു. മനസ്സിനെ അലട്ടിയിരുന്ന പല ഭയ അനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് മാറുന്നു. ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. പണം ഇവരുടെ കൂടെ വന്നു ചേരുന്ന, ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന, നഷ്ടങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന, ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അനാവശ്യമായ ചെലവുകൾ അധികരിക്കാതെ നോക്കുക. സുഹൃത്തുക്കളൊക്കെ വലിയ തോതിൽ ഇവരെ സഹായിക്കുന്ന, ഒട്ടേറെ ഉന്നതികൾ വന്നു ചേരുന്ന, സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചിത്തിര നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് സമയം തെളിയുന്നു. മികച്ച അവസരങ്ങളും മികച്ച മുന്നേറ്റങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തോടു കൂടി വന്നു ചേരുന്ന സമയമാണ്. മഹാവിജയം, മഹാഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് ചോതി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്നതിനുള്ള അനുകൂലമായ സാഹചര്യം, വിദേശത്ത് നിന്നും ധാരാളം പണം സമ്പാദിക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കണ്ടുവരുന്നു. ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക വിജയവുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറുന്നു. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നു. ഒട്ടേറെ ഉയർച്ചകൾ, നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന. ലാഭം ഇവർക്ക് വർദ്ധിച്ചു കാണുന്നു. ഒട്ടേറെ പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നു. നഷ്ടപ്പെട്ട ധനവും സൗഭാഗ്യവും ഒക്കെ ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യ ലാഭം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന, സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. രാജകീയ പ്രൗഢിയോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ മാറുകയും ഐശ്വര്യലബ്ധി തന്നെ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഐശ്വര്യവും സമൃദ്ധിയും ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യമാണ്. ശത്രുദോഷമൊക്കെ മാറുന്നു. ഐശ്വര്യലബ്ധി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകളും ഉന്നതികളും മുന്നേറ്റങ്ങളും ഒക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയമാണ്. ഐശ്വര്യലബ്ധിയാണ്. ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വളരെയേറെ ബുദ്ധിമുട്ടിയ ഈ നക്ഷത്രക്കാരാണ്. ഇപ്പോഴുള്ള അനുകൂലമായ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദോഷങ്ങളൊക്കെ മാറ്റി അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും ഇവർക്ക് തിരിച്ചു വരുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വലിയ സൗഭാഗ്യം, കർമ്മരംഗത്ത് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം
ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും മഹാസൗഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചിങ്ങമാസത്തിന്റെ ഉയർച്ചകൾ ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രം തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഉത്രട്ടാതി നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മഹാ ഐശ്വര്യം, മഹാ നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന ഐശ്വര്യലബ്ധി വന്നു ചേരുന്ന സമയമാണ്. കർമ്മരംഗത്ത് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഐശ്വര്യലബ്ധി തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉയർച്ചകൾ വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി, മികച്ച വരുമാനം, ഒട്ടേറെ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും വാഹനം എന്നൊരു സ്വപ്നം പൂർണ്ണയാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ അനുഭവപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഉയർച്ചകൾ വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.